ഹായ് എല്ലാവർക്കും ഗ്ലോ അപ്പ് വിത്ത് സാൻഡി യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയണമെന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഹെയർ കെയർ ചാലഞ്ച് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതായത് 90 ഡേയ്സ് ഹെയർ കെയർ ചാലഞ്ച് ഞങ്ങൾ 57 ഡേയ്സ് വരെ അല്ലേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിനി കണ്ടിന്യൂ ആയിട്ട് തുടരണമെന്നാണ്. പിന്നെ സമ്മർ ഹെയർ കെയർ റുട്ടീൻ അത് ബേസിക് ഹെയർ കെയർ റുട്ടീനായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ തുടങ്ങിയതെന്ന് വെച്ചാൽ സെപ്റ്റംബർ മാസത്തിലായിരുന്നു. അപ്പോൾ ആഴ്ചയിൽ എപ്പോഴും ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാനും പിന്നെ ഡെയിലി വെള്ളമൊക്കെ കുടിക്കാൻ ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് അതേ 90 ഡേയ്സ് ഹെയർ കെയർ ചാലഞ്ച് കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നീട് സമ്മർ ഹെയർ കെയർ റുട്ടീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും ഡെയിലി നിങ്ങൾ ഹെയർ കെയർ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ ഇനിമേൽ നിങ്ങൾക്ക് ഹെയർ പാക്സോ ഇല്ലെങ്കിൽ മസാജിങ് ടെക്നിക്കോ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാവുന്നതാണ് ഹെയർ കെയർ റുട്ടീനിൽ. ഓക്കെ, കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ കോഫി പൗഡർ യൂസ് ചെയ്യുന്നത് അങ്ങനെ പലതും. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ കുറച്ച് ദിവസങ്ങൾ വരെ കഞ്ഞിവെള്ളം, പിന്നെ കറിവേപ്പില, പിന്നെ കറ്റാർ വാഴ, പിന്നെന്ന് പറയുന്നത് ഉരുക്ക് വെളിച്ചെണ്ണ, പിന്നെ നോർമലി ഈ ഒരു കാസ്റ്റർ ഓയിൽ എന്ന് പറഞ്ഞ് വെച്ചിട്ട് ഇത്രയും വെച്ചിട്ടാണ് ഈ ഹെയർ കെയർ ചാലഞ്ച് കണ്ടിന്യൂ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അതായത് കറിവേപ്പിലയുടെ ഹെയർ പാക്ക്, പിന്നെ കറ്റാർ വാഴയുടെ ഹെയർ പാക്ക് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട് കഞ്ഞിവെള്ളത്തിൻ്റെ ഹെയർ പാക്ക് യൂസ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് മുടി വളർത്തിയെടുക്കാനാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ ഇനി വരുന്ന വീഡിയോസിൽ കാണിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നാളെ തൊട്ടിട്ട് ഹെയർ കെയർ വീഡിയോസ് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ നാളെ തൊട്ടിട്ട് തന്നെ നിങ്ങൾക്ക് തുടരാവുന്നതാണ്. ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ കാണുകയാണെങ്കിൽ ഞങ്ങൾ ഇതുവരെ 90 ഡേയ്സ് ചെയ്ത ഒരു കാര്യങ്ങൾ മാത്രം നിങ്ങൾ തുടർന്ന് ചെയ്യുക. അതായത് അതിൽ മെയിനായിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടത്, അതായത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടുമാണ് പറയുന്നത്. അതായത് ഇതുവരെയുള്ള ഹെയർ പാക്സ് നിങ്ങൾക്ക് ഏതെങ്കിലും സൂട്ടായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മുടിയിൽ അത് പാടെ ഒഴിവാക്കുക. ഓക്കെ, അത് വിട്ടേക്കുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ മുമ്പിലും ഫ്യൂച്ചറിൽ ഹെയർ കെയർ റുട്ടീൻ ചെയ്യുമ്പോൾ ആ ഒരു ഹെയർ കെയർ പാക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. മുന്നത്തെ ഇനിയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതായത് എനിക്കുണ്ടായത് ഒരു ഹെയർ പാക്ക് എന്ന് വെച്ചാൽ ഒരുപാട് മുടി കൊഴിഞ്ഞു, പിന്നെ താരനുണ്ടായി. ഓക്കെ, പിന്നെ ചീകുമ്പോഴൊക്കെ നല്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു 2 ഹെയർ പാക്ക് ഒക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും യൂസ് ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കും മുടിയാണല്ലോ ആവശ്യം, അപ്പോൾ കെയറാണ്. ഓക്കെ, സ്കിൻ കെയർ ആയാലും ശരി, ഹെയർ കെയർ ആയാലും ശരി, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡേ ടു ഡേ ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്താണ് ഞങ്ങൾ കെയർ എടുക്കുന്നത്, ഓരോന്നായിട്ട് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഹെയർ കെയർ റെമഡിയിൽ ഏതെങ്കിലും ഇതുവരെ ചെയ്തിട്ടുള്ളത്, അതായത് 57 ഡേയ്സ് വരെ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഹെയർ പാക്കൊന്നും നിങ്ങളുടെ തലയോട്ടിലോ ഇല്ലെങ്കിൽ മുടിയിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട്, അതായത് ആ ഒരു ഹെയർ പാക്ക് ഉപയോഗിച്ചിട്ട്, ഹെയർ കെയർ റെമഡി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടെങ്കിൽ അത് പാടെ ഒഴിവാക്കേണ്ടതാണ്. ഓക്കെ,
അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മുടി വളർത്തിയെടുക്കാനാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു കാര്യത്തിന് ഞാൻ ജസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഹെയർ പാക്സ് ഒക്കെ തയ്യാറാക്കി കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് സലാഡ് കഴിക്കാം ഡെയിലി. ഓക്കെ, അതായത് ആൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് കഴിക്കാവുന്നതാണ്. ഒരു ദിവസം വിട്ട് ഒരു ദിവസം അങ്ങനെ, ഇല്ലെങ്കിൽ 2 days once അങ്ങനെ കഴിക്കാവുന്നതാണ്. സലാഡ് കഴിക്കണം. പിന്നെ ഫ്രൂട്ട് ജ്യൂസ് ആയിട്ട് എടുക്കാം, അതായത് ആപ്പിൾ ജ്യൂസ്, പിന്നെ ആംല ജ്യൂസ്. ഓക്കെ, പിന്നെ ബീട്രൂട്ട് ക്യാരറ്റ് ജ്യൂസ് അങ്ങനെ എടുക്കാവുന്നതാണ്. ഓക്കെ, ഇല്ലെങ്കിൽ പച്ചയ്ക്ക് ഇങ്ങനെ വേവിച്ചിട്ട് കഴിക്കാം. ഓക്കെ, ബീട്രൂട്ട് സലാഡായി കഴിക്കാം, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. പിന്നെ ഹോട്ട് ഓയിൽ മസാജ്, അതേതായാലും ശരി, നിങ്ങൾക്ക് കാച്ചി എണ്ണ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഇത് ആവണക്കെണ്ണ ഉപയോഗിക്കാവുന്നതാണ് ഹോട്ട് ഓയിൽ മസാജിന് വേണ്ടിയിട്ട്. പിന്നെ ഇത് വെളിച്ചെണ്ണയും ഉപയോഗിക്കാം. തലയോട്ടിയിൽ ഒരു പ്രശ്നമില്ലാത്തവർ വെളിച്ചെണ്ണ എടുത്തിട്ട് ഹോട്ട് ഓയിൽ മസാജ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയാണ് ചെയ്യേണ്ടത്. പിന്നെ കഞ്ഞിവെള്ളം ഡെയിലി നിങ്ങൾക്ക് ഇത് മുടി കഴുകി എടുക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ നാളെ തൊട്ടിട്ട് ഞാൻ ഹെയർ പാക്സും കാണിക്കാം, എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ കാണിക്കുന്നതാണ് എൻ്റെ വീഡിയോസിൽ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ഇനിയൊരു കാര്യം കൂടി, ഞാൻ ആദ്യം തന്നെ സ്പ്ലിറ്റ് എൻഡ്സൊക്കെ എൻ്റെ മുടിയിൽ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ സ്പ്ലിറ്റ് എൻഡ്സൊക്കെ മാറ്റിയിട്ട് ചെറുതായി ഒന്നും മുടി വെട്ടിയിട്ടുണ്ട്. ഓക്കെ, അതായത് ഹെയർ ലോസ് ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ, ഹെയർ പാക്ക് ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ്, ഹെയർ ലോസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ചെറുതായി ട്രിം ചെയ്ത് വെട്ടിയിരിക്കുന്നത് മുടി. പിന്നെ ഞാൻ ഷാംപൂ വെച്ചിട്ട് കഴുകിയിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഒരു ഓയിൽ മാത്രം തടവി കൊടുത്തിട്ടുണ്ട് എൻഡ്സായിട്ട്. എൻ്റെ ഒരുപാട് ഫ്രിസി ഹെയറാണ്. ഓക്കെ, അതുകൊണ്ടാണ് എൻ്റെ മുടിയിൽ മാത്രം ഈ ഒരു ലെങ്ത്തിന് മാത്രം ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നാളെ വീഡിയോസ് ഇടുന്നതാണ്, ആൾട്ടർനേറ്റീവ് ഡേയ്സ് ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കാൻ നോക്കുക. പിന്നെ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താലേ മൊബൈലിലുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് നിങ്ങളുടെ മൊബൈലിൽ. ഞാൻ എപ്പോഴൊക്കെ വീഡിയോസ് ഇടുന്നോ ഫസ്റ്റ് വ്യൂവറായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.